മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിന്റെ ഭാഗമായി പ്രചരണത്തിനിറങ്ങിയ ഒരു സ്ഥാനാർത്ഥിയെ നായകടിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നായകടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ നായകടിച്ചു. പ്രചരണത്തിനിടെ UDF സ്ഥാനാർത്ഥിയെ നായകടിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സംഭവം ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ബൈസൺ വാലിയിൽ വോട്ട് തേടി വീട്ടിലെത്തിയ സ്ഥാനാർത്ഥിയെയാണ് നായ കടിച്ചത്. ജാൻസി വിജു എന്ന് പറയുന്ന ഇടുക്കിയിലെ ഒരു UDF സ്ഥാനാർത്ഥിയാണ് നായ കടിച്ചു എന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇടുക്കി ബൈസൺ വാലി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥി ജാൻസി വിജുവിനെ നായ കടിച്ചു. വോട്ട് ചോദിച്ച് വീടുകളിൽ, തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ വോട്ട് ചോദിച്ച് വീടുകളിൽ കയറുന്നതിനിടയിലാണ് നായ കടിച്ചു എന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകരോടൊപ്പം വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴാണ് വളർത്തുനായ ഓടിയെത്തി ഈ സ്ഥാനാർത്ഥിയെ, UDF സ്ഥാനാർത്ഥിയായ ജാൻസി വിജുവിനെ കടിച്ചത് എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഓടിയെങ്കിലും സ്ഥാനാർത്ഥിക്ക് കടിയേൽക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. കാലിനാണ് നായ കടിച്ചത്. അടിമാലി ആശുപത്രിയിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയായ ജാൻസി വിജു ചികിത്സ തേടിയിട്ടുണ്ട്. പ്രദേശ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം തന്നെ ആയതുകൊണ്ട് പ്രചരണത്തിനായി വീടുകൾ തോറും ഈ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി ബൈസൺ വാലിയിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. ഇടുക്കി ബൈസൺ വാലിയിലാണ് UDF സ്ഥാനാർത്ഥിയായ ജാൻസി വിജുവിനെ നായ കടിച്ചത്. വീട്ടുമുറ്റത്ത് എത്തിയപ്പോൾ പ്രവർത്തകർക്കൊപ്പം ഒരുമിച്ച് വീട്ടുമുറ്റത്ത് വോട്ട് ചോദിച്ച് എത്തിയ സമയത്താണ് ഈ ഒരു നായയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ബാക്കിയുള്ളവർ പ്രവർത്തകർ ഓടി മാറിയെങ്കിലും ഈ സ്ഥാനാർത്ഥിക്കാണ് കടിയേറ്റത്. കാലിന് താഴെയാണ് കടി കൊണ്ടത്. എന്തായാലും അടിമാലി ആശുപത്രിയിൽ ഇപ്പോൾ ജാൻസി ചികിത്സ തേടിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിക്കാണ് പരിക്കുകൾ പറ്റിയത്.